അങ്ങനെ പാരീസ് ഒളിമ്പിക്സ് 2024 അവസാനിച്ച് കുറച്ച് ദിവസങ്ങളായി. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മറ്റൊരു ഒളിമ്പിക്സ് കൂടി നമ്മെ കടന്നുപോയിരിക്കുന്നു. ഒളിമ്പിക്സ് ദീപം അണയുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഇന്ത്യൻ അത്ലറ്റിക്സ് സംഘത്തിന്റെ പോരാട്ടം അവസാനിച്ചതും നമ്മൾ കണ്ടതാണ്. ഏറെ അഭിമാനിക്കാൻ തക്കമുള്ള നേട്ടങ്ങളും അതോടൊപ്പം ഏറെ വേദനിപ്പിക്കുന്ന പലതിനും നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യേണ്ടി വന്നു. ഒളിമ്പിക്സ് തിരി അണഞ്ഞപ്പോൾ ഇന്ത്യക്ക് ഒരു തരി സ്വർണം പോലുമില്ല. 16 ഇനങ്ങളിൽ മത്സരിച്ച ഇന്ത്യക്ക് കിട്ടിയത് നീരജ് ചോപ്രയുടെ വെള്ളിയും 5 വെങ്കലവും മാത്രം. ശരി, ഈ ഒളിമ്പിക്സ് കണ്ട എനിക്ക് വ്യക്തിപരമായി തോന്നിയ ചില ചിന്തകളുണ്ട്. ലോക ജനസംഖ്യയിൽ 1ാമതായ രാജ്യം ഇന്ത്യ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ PT പീരീഡ് എന്നത് ഏതെങ്കിലും ഒരു അധ്യാപകന് തീർക്കാൻ കഴിയാത്ത പോർഷൻസ് തീർക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ സമയമാണ്. അതെ, കൂടുതലും കണക്ക് ക്ലാസ് ആവാറാണ് പതിവ്. ഞാനിത് പറയുമ്പോൾ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാകും. ഇനിയിപ്പോൾ കാത്ത ഒരു PT പീരീഡ് കിട്ടിയാലോ? PT മാഷ് പറയും, എല്ലാവരും ഗ്രൗണ്ടിൽ പോയി കളിച്ചോ. അതല്ലാതെ എൻ്റെ സ്കൂൾ കാലത്ത് ഒരിടത്തും ഒരു കായിക അഭ്യാസം പഠിപ്പിക്കുകയോ എന്തിനൊരു വ്യായാമം പോലും ചെയ്യിപ്പിച്ചിട്ടുള്ള ഓർമ്മ എനിക്കില്ല. ഇനി മറ്റൊരു കാര്യം, എൻ്റെ കുട്ടിയെ വെയിൽ കൊള്ളിക്കരുത്, മണ്ണിൽ ചവിട്ടിക്കരുത് എന്നൊക്കെ ഡിമാൻഡുള്ള കുറച്ച് രക്ഷിതാക്കളും. ഇനി നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെയാണ് നമുക്കൊരു നല്ല കായികക്ഷമതയുള്ള തലമുറയെ വളർത്താൻ സാധിക്കുക? ഇനി ഇതെല്ലാം പടപൊരുതി മറ്റൊരു വിനേഷ് ഫോഗട്ടായാൽ തന്നെ ഇനി എന്ത്? വിനേഷിന് സംഭവിച്ചതിന് പിന്നിൽ ആരെല്ലാമാണ്, എന്തൊക്കെ കൈകടത്തലുകളാണ് സംഭവിച്ചതെന്നും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വിനേഷ് ഇത്രയും കാലം മത്സരിച്ചിരുന്നത് 53 കിലോ കാറ്റഗറിയിലാണ്. എന്നാൽ ഇത്തവണ വിനേഷിനെ ആ കാറ്റഗറിയിൽ മത്സരിപ്പിക്കാതിരിക്കാൻ BJP MLA ബ്രിജ്ഭൂഷൺ ഏറെ പണിപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഒടുവിൽ അയാൾ അതിൽ ജയിച്ചു. വിനേഷിനെ മത്സരിപ്പിക്കാം, എന്നാൽ വിനേഷ് സ്ഥിരം മത്സരിക്കുന്ന 53 കിലോയിൽ അല്ല, മറിച്ച് 50 കിലോ കാറ്റഗറിയിൽ മത്സരിക്കാമെങ്കിൽ മാത്രം മത്സരിക്കാമെന്ന് പിടിവാദം പലരും പിടിച്ചു. അവിടെ ഇത്രയൊക്കെ ആയതിനു ശേഷം തോറ്റുകൊടുക്കാൻ വിനേഷ് തയ്യാറായില്ല. പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും അവർ ഫൈനലിലെത്തി. എന്നിട്ടെന്തുണ്ടായി? 100 ഗ്രാം കൂടിയെന്ന് പറഞ്ഞ് അവരെ അയോഗ്യയാക്കി. ഇവിടെ വിനേഷിന് 100 ഗ്രാം കൂടിയെന്നതല്ല പ്രശ്നം, മറിച്ച് ഇത്രയും സംഭവിച്ചിട്ടും വിനേഷിന് വേണ്ട വിധത്തിലുള്ള യാതൊരു പിന്തുണയും ആരും കൊടുത്തില്ല. എന്തിനു പറയുന്നു, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വരെ വിനേഷിനെ പാടെ കൈയൊഴിയുകയായിരുന്നു. ജീവിതത്തോടും ദുഷിച്ച രാഷ്ട്രീയ കീടങ്ങളോടും വിനേഷിനെ പോലെയുള്ളവർ പടവെട്ടുന്ന ഈ ഇടത്ത് വേണ്ട വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രാജ്യത്തിന് വേണ്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കായിക അഭിരുചിയെ തിരിച്ചറിയാതെ എൻ്റെ മകളെ ഡോക്ടറാക്കണം, വക്കീലാക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന, പാഠപുസ്തകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അരച്ചു കലക്കി പരീക്ഷകളിൽ മുഴുവൻ മാർക്ക് കൊടുത്ത് ഇൻക്യുബേറ്റ് ചെയ്ത കോഴിക്കുഞ്ഞുങ്ങളെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിലേക്ക് ഇറക്കിവിടുന്നു. കായിക ലോകത്തിന് പടി കയറാൻ പോലും ഭാഗ്യമില്ലാതെ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഓരോ ഒളിമ്പിക്സ് കാലഘട്ടം കഴിയുമ്പോഴും എവിടെ ഇന്ത്യ, എവിടെ ഇന്ത്യയുടെ നേട്ടമെന്ന് മാത്രം ചോദിക്കാതെ ഇനി വരുന്ന തലമുറയെ ഒരു നല്ല ഡോക്ടർ, അധ്യാപകൻ, അധ്യാപിക, വക്കീൽ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കണമെന്ന പോലെ ഒരു നല്ല അത്ലറ്റ് ആക്കാനും കൂടി നാം ഇനി മുതലെങ്കിലും ആഗ്രഹിച്ചു തുടങ്ങണം. അതിനായി മുന്നോട്ട് വരണം. നന്ദി.